നമസ്കാരം. ഇസ്രായേൽ അമേരിക്കൻ സൈനിക നീക്കങ്ങൾ ഒരു വശത്ത്, മറുവശത്ത് ശക്തമായ പ്രതികരണവുമായി ഇറാൻ. ഈ തീവ്രമായ നിഴൽ യുദ്ധത്തിനിടെ ലോകത്തെ ഒന്നാകെ ഞെട്ടിക്കുന്ന ചില അടക്കം പറച്ചിലുകൾ ഇറാന്റെ രഹസ്യ അറകളിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരികയാണ്. ആണവായുധം, അത് കേൾക്കുന്നത് സത്യം തന്നെയാണ്. പ്രതിരോധത്തിനായി ആണവായുധം നിർമ്മിക്കണമെന്ന ആവശ്യം ഇറാനിലെ തീവ്ര നിലപാടുകാർക്കിടയിൽ ശക്തി പ്രാപിക്കുകയാണെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് സങ്കല്പിച്ചു നോക്കാം. ഒരു വശത്ത് ഇസ്രായേൽ, മറുവശത്ത് അമേരിക്ക. ഈ വൻ ശക്തികളുടെ ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കാൻ ഇറാനിലെ ഒരു വിഭാഗം തയ്യാറല്ല. വെറുമൊരു സാധാരണ പ്രതിരോധമല്ല, മറിച്ച് ആണവ ശക്തിയായി മാറിക്കൊണ്ട് തങ്ങൾക്ക് നേരെ ഉയരുന്ന വെല്ലുവിളികൾക്ക് തക്കതായ മറുപടി നൽകണമെന്നാണ് ഇവരുടെ വാദം. ഇത് വെറും ഒരു ആലോചനയല്ല, ഇറാന്റെ ഭാവി നിർണ്ണയിക്കുന്ന ഗുരുതരമായ ഒരു ചർച്ചയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ വാദങ്ങൾക്ക് ശക്തി കൂടുന്നത് ഒരു കാലത്ത് ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ ഒരു ഫത്വ പോലും തിരുത്തിക്കുറിച്ചുകൊണ്ടാണ്. ആണവായുധം നിഷിദ്ധമാണെന്ന് പ്രഖ്യാപിച്ച ആ ഫത്വ കാലഹരണപ്പെട്ടതാണെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അത് തിരുത്തണമെന്നാണ് തീവ്ര നിലപാടുകാരുടെ ആവശ്യം. ഒരു രാജ്യത്തിന്റെ പരമോന്നത നേതാവിന്റെ വാക്കുകളെ ചോദ്യം ചെയ്തുകൊണ്ട് ഇത്രയും വലിയൊരു ചർച്ച മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ എത്രത്തോളം ഗൗരവമാണെന്ന് ചിന്തിക്കാവുന്നതേയുള്ളൂ. അമേരിക്കയ്ക്കും ഇസ്രായേലിനും മുട്ടൻ പണി കൊടുക്കാൻ ഒരു പോംവഴി മാത്രമേ ഉള്ളൂവെന്ന് ഇവർ വാദിക്കുന്നു. ഒന്നുകിൽ സ്വന്തമായി ഒരു അണുബോംബ് നിർമ്മിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും വിധേനെ അത് കൈവശപ്പെടുത്തുക. ആയത്തുള്ള അലി ഖമേനിയുടെ മരണശേഷം ഇറാന്റെ പ്രതിരോധ നിയന്ത്രണം ഏറ്റെടുത്ത റവല്യൂഷണറി ഗാർഡിനുള്ളിലും പുറത്തും ഈ ആവശ്യം ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. ആണവായുധ വ്യാപന നിരോധന കരാറിൽ നിന്ന് ഇറാൻ പിന്മാറണമെന്നും സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി ആയുധം നിർമ്മിക്കണമെന്നാണ് ഇവരുടെ നിലപാട്. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ചൂടേറിയ സംസാര വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ നീക്കങ്ങളെ ലോകരാജ്യങ്ങൾ ആശങ്കയോടെയാണ് ഉറ്റുനോക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായി ഒരു പ്രതികരണവും വന്നിട്ടില്ല. ആണവ നയത്തിൽ ഇതുവരെ മാറ്റം വരുത്തിയിട്ടില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. പക്ഷേ ഈ അടക്കം പറച്ചിലുകൾ, ഈ ചർച്ചകൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ മാറ്റിയേക്കാവുന്ന ഒരു പൊട്ടിത്തെറിയുടെ മുന്നോടിയാണ്. എന്തായാലും ഇറാന്റെ അടുത്ത നീക്കം ലോകത്തിന്റെ സമാധാനത്തെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയണം. ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള ആശങ്കകൾ അന്താരാഷ്ട്ര തലത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ തങ്ങൾ ആണവായുധം നിർമ്മിച്ചിട്ടില്ലെന്നും എന്നാൽ രാജ്യം അപകടത്തിലാകുന്ന ഘട്ടത്തിൽ നയപരമായ മാറ്റമുണ്ടാകുമെന്നും ഇറാൻ ആവർത്തിക്കുന്നുണ്ട്. അമേരിക്കയുടെ പുതിയ നീക്കങ്ങളെ പ്രതിരോധിക്കാനാണ് ഇറാൻ ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ. നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയിൽ ഇറാൻ ആണവായുധം പ്രയോഗിച്ച് അമേരിക്കയോട് പകരം വീട്ടണമെന്ന് ഇറാനിലെ തീവ്ര വിഭാഗക്കാർ ഇപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇതോടെ ഇറാൻ ഡർട്ടി ബോംബ് പ്രയോഗിക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ഇറാന്റെ പക്കൽ ഇപ്പോഴും ആണവായുധം നിർമ്മിക്കാനുള്ള 400 കിലോഗ്രാം യുറേനിയം ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ ഇത് 60% മാത്രം സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ്. ഒരു ആണവ സ്ഫോടനം ഉണ്ടാക്കുന്ന ഫിക്ഷൻ പ്രക്രിയ നടത്തണമെങ്കിൽ യുറേനിയം 90% സമ്പുഷ്ടീകരിച്ച അളവിലേക്ക് ആവശ്യമാണ്. യുറേനിയം ഉപയോഗിക്കുന്ന ബോംബാണ് ഡർട്ടി ബോംബ്. പക്ഷേ ഒരു ആണവ സ്ഫോടനം നടത്താവുന്ന അത്രയ്ക്ക് ഉയർന്ന തലത്തിലുള്ള സ്ഫോടനം നടത്താൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. റേഡിയോ ആക്റ്റീവ് കണികകളുടെ ഒരു വൻമേഘം സൃഷ്ടിക്കാൻ പക്ഷേ ഈ ഡർട്ടി ബോംബുകൾക്ക് കഴിഞ്ഞേക്കില്ല. കാരണം ഈ ആണവ വികിരണം പരന്നാലാണ് ഒരു നഗരത്തെ തന്നെ ആണവ ബോംബ് തുടച്ചു നീക്കുക. കാരണം ഇതിന്റെ പ്രത്യാഘാതം വർഷങ്ങളോളം നിലനിൽക്കും. ചിലപ്പോൾ അവിടെ സസ്യങ്ങൾ പോലും മുളയ്ക്കില്ല. പക്ഷേ 440 കിലോഗ്രാം യുറേനിയം ചിലപ്പോൾ ഡർട്ടി ബോംബുകൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ഈ ബോംബുകൾക്കും വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നുണ്ട്. ഡൈനാമിറ്റ് പോലുള്ള സ്ഫോടക വസ്തുക്കളിലേക്ക് ആണവ വികിരണ കണികകൾ ചേർക്കുന്നതാണ് ഡർട്ടി ബോംബ്. ഈ ഡർട്ടി ബോംബ് പൊട്ടിത്തെറിച്ചാലും ആണവ വികിരണം ഉണ്ടാകും. ഈ ഡർട്ടി ബോംബ് ഉപയോഗിക്കണമെന്ന ആവശ്യം ഇറാനിലെ തീവ്രവാദ സംഘങ്ങൾ ശക്തമായി ഉയർത്തുകയാണ്. അതേസമയം ഇതിൽ ഇതുവരെ ഇറാൻ ഒരു തരത്തിലും പ്രതികരണം നടത്തിയിട്ടില്ല. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭാഗത്തു നിന്ന് ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ പക്ഷേ ഇതിനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്.